ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. കുറേയധികം ബീഡ്സുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വിലയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ലിമിറ്റഡ് സ്റ്റോക്കാണ്, അത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇത് ചെറിയ പാക്കറ്റേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. അത് സെയിലാവുന്നതിനനുസരിച്ചായിരിക്കും ബാക്കി മേടിക്കുന്നുണ്ടാവുക. സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഉള്ളത് ഇതേപോലത്തെ ഹേർട്ട് ഷേപ്പിനുള്ള ഒരു ബീഡാണ്. പിന്നെ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരിക്കണം അയച്ചു തരുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം ഒരു 10 ഗ്രാമിൻ്റെ കണക്കിനാണ് ഞാൻ പാക്കറ്റ് ആക്കിയിരിക്കുന്നത്. 10 ഗ്രാമിന് 18 രൂപയാണ് ഈ തരം ബീഡ്സിനെല്ലാം. അപ്പം ആദ്യത്തെ ഇതിന് പിന്നെ വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എണ്ണം കുറവും പിന്നെ റേറ്റ് കൂടുതലുമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊരു മാലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 2 അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. സാധാരണ മറ്റേ ബീഡ്സിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും 1 2 വെക്കാനായിട്ടേ പറ്റുള്ളൂ. അപ്പം ആദ്യം ഉള്ളത് ഈ ഹേർട്ട് ഷേപ്പാണ്. പിന്നെ അതിൻ്റെ സ്റ്റാറിൻ്റെ രീതിയിൽ ഇത് ചെറിയൊരു സ്റ്റാറാണ്. പല കളേഴ്സ് അവൈലബിൾ ആണ് ഇതിനകത്ത്. എല്ലാത്തിനകത്തും ഇങ്ങനെ തന്നെ മിക്സഡ് കളേഴ്സ് പാക്ക് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൈലബിൾ ഉള്ളത് ഇതേപോലത്തെ റോസാണ്. പല കളേഴ്സ് ഇതിനകത്ത് മിക്സ്ഡ് ആണ്. 10 ഗ്രാമിൻ്റെ ആണ്, 18 രൂപയായിരിക്കും. ഇനി അടുത്തത് ഇതേപോലത്തെ ഒരു ഷേപ്പാണ്. ഇത് എന്ത് ഷേപ്പാണെന്നൊന്നും ചോദിക്കരുത്, കാണാൻ നല്ല ഭംഗിയുണ്ട്, പേസ്റ്റൽ കളർ ആയതുകൊണ്ട് തന്നെ. അപ്പം ഇങ്ങനത്തെ ഒരു ബീഡ്സാണ് അവൈലബിൾ ഉള്ളത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് ഈ ബോ ഷേപ്പാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വയർ ബോയ്ക്കകത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കളറിലുള്ള ബോയിൻ്റെ ബീഡ്സ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിൽ തന്നെ, പക്ഷേ ഇതിൻ്റെ സൈഡ് അത്ര സോഫ്റ്റ് ആയിട്ടുള്ള അല്ല, കട്ടായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതേപോലത്തെ ബീഡ്സ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം റൗണ്ട് അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജെംസ് മിഠായിയൊക്കെ ഇല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ ഒരു രീതിയിലുള്ള ഷേപ്പിലുള്ള ബീഡ്സാണിത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വേറൊരു ബട്ടർഫ്ലൈൻ്റെ. ഇതെല്ലാം 10 ഗ്രാമിൻ്റെ ആണ് കേട്ടോ പാക്കറ്റ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൈലബിൾ ഉള്ളത് ഈ പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ 3 കളറാണ്. യെല്ലോയും ഗ്രീനും പിന്നെ പേർപ്പിളും ആണ് ഇതിനകത്ത് അവൈലബിൾ ഉള്ളത്. ഇനി അടുത്തത് ഒരു പ്രത്യേക ഷേപ്പിലുള്ളൊരു ബീഡാണ് കേട്ടോ. നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണുന്നതിന്. ഇതിൻ്റെ 2-3 ഷെയ്ഡ്സ് അവൈലബിൾ ഉണ്ട്. ഇതൊന്ന്. പിന്നെ ഈ ഒരു പാക്കറ്റ് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് 30 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. ഇത് 50 രൂപയായിരിക്കും. ഇത് നിങ്ങൾക്ക് ഒരു ബ്രേസ്ലെറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഇല്ലെങ്കിൽ മാലയാണെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം മാക്സിമം യൂസ് ചെയ്താൽ മതിയാവും. സെൻറ്റർ പോർഷനിലോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ ലോക്കറ്റിൻ്റെയൊക്കെ ഭാഗത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇത് ഒരെണ്ണം യൂസ് ചെയ്താൽ മതിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്ന രീതിയിലുള്ളതല്ല. ഇതിനകത്ത് 3 ഷെയ്ഡ്സ് മിക്സ്ഡ് ആണ്. ഒന്ന് ഈ വലിയ ഇത്, പിന്നെ ഒരു ക്യാൻഡി ഷേപ്പിനുള്ളത്, ഒരു ഗുളികേൻ്റെയൊക്കെ ഷേപ്പിനുള്ള ഒരെണ്ണം, പിന്നെ ഒരെണ്ണം മറ്റേ നമ്മുടെ ജെംസ് മിഠായിൻ്റെയൊക്കെ രീതിയിലുള്ള ഒരെണ്ണം. അങ്ങനെ 2-3 ഇത് 3 ഷെയ്ഡ്സ് ഇതിനകത്തുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൈലബിൾ ഉള്ളത് ഇതേപോലത്തെ ഗ്ലാസ് ബീഡാണ്. ഇതിന് 15 രൂപയാണ്. ഇത് ചെറിയ പാക്കറ്റാണ്. ഇതിന് 15 രൂപയ്ക്കാണ് സെയിലാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൈലബിൾ ഉള്ളത് ഇതേപോലത്തെ ഹേർട്ട് ഷേപ്പാണ്. ഹേർട്ട് ഷേപ്പിൻ്റെ വേറൊരെണ്ണം കൂടെ ഞാൻ കാണിച്ചായിരുന്നല്ലോ അല്ലേ. 2 ഹേർട്ട് ഷേപ്പാണ് അവൈലബിൾ ഉള്ളത്. ഇത് 2 സോ ഇതിന് 18 രൂപയായിരിക്കും റേറ്റ് ഉണ്ടാവുക. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസാനം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതേപോലത്തെ 2 ഫ്ലവർ ബീഡ്സാണ്. ഇത് 2-നും ഓരോ പാക്കറ്റിന് 15 രൂപയായിരിക്കും. ഇതിനും ഓരോ പീസിന് 1 രൂപ എന്നുള്ള രീതിക്കാണ് സെയിലാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളത് വൈറ്റ് കളറിൻ്റെയാണ്. ഇത് 8 mm, ഇത് 6 mm, പിന്നെ അതിൻ്റെ തന്നെ 2 mm ഓഫ് വൈറ്റും പിന്നെ വൈറ്റ് കളറും അവൈലബിൾ ആണ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 15 രൂപയ്ക്ക് സെയിലാക്കുന്നത് ഇതേപോലത്തെ, ഇത് ഡബിൾ ഷെയ്ഡാട്ടോ.
വൈറ്റ് വിത്ത് പിങ്ക്, പർപ്പിൾ വൈറ്റ്, ദെൻ ബ്ലൂ വിത്ത് വൈറ്റ്, അങ്ങനെ 3 കളേഴ്സ് അവൈലബിൾ ഉണ്ട്. സോ ഇത് 3 ആയിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം 15 രൂപേൻ്റെ കേട്ടോ, മറ്റതെല്ലാം 18 ആണെങ്കിൽ ഇത് 15ൻ്റെ ആയിരിക്കും. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫ്ലവർ ബീഡ്സ് അപ്പം നമ്മുടെ കയ്യിൽ ടോട്ടൽ 3 എണ്ണം ഉണ്ട്. ഇതേപോലത്തെ, ഇത് ഓൾമോസ്റ്റ് തീരാനായതാണ്. ഇത് കുറച്ചും കൂടെ അവൈലബിൾ ഉണ്ടാവുള്ളൂ, ഒരു മേ ബി 2-3 പാക്കറ്റേ ഉണ്ടാവുള്ളൂ. സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണം. പിന്നെ അതേപോലെ സെൻറ്റർ സ്റ്റോണിൻ്റെ കുറേ കളേഴ്സ് ഉള്ളതും അവൈലബിൾ ഉണ്ട് കേട്ടോ. ഈ ഒരു കളർ മാത്രമല്ല, പല കളേഴ്സ്, മിക്സ്ഡ് കളേഴ്സ് ആയിട്ടുള്ളതും അവൈലബിൾ ഉണ്ട്. അടുത്ത് തന്നെ ഞാനൊരു ക്ലിയറൻസ് സെയിലിൻ്റെ ഇതിടുന്നുണ്ടാവും. കുറേ സാധനങ്ങൾ ഒഴിവാക്കുന്നുണ്ട്, കുറേ സാധനങ്ങൾ എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാം ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി അതിൻ്റെ കൂടെ ഉള്ളത് ഇതേപോലത്തെ ലെറ്റർ ബീഡ്സ് ആണ്. ഇത് നമ്പേഴ്സ് നോക്കിയിട്ടല്ല, 10 ഗ്രാം എന്നുള്ള രീതിക്കാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതേപോലത്തെ ചക്കിരി. ഇനി പ്ലെയിൻ കളേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ 3 പ്ലെയിൻ കളേഴ്സ് അവൈലബിൾ ആണ്, യെല്ലോ, റെഡ്, പിങ്ക്. പിന്നെ ഉള്ളത് ഇതേപോലത്തെ വലിയ വൈറ്റ് കളർ, ഓഫ് വൈറ്റ് കളറുള്ള ബീഡ്സ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഇതേപോലത്തെ ഒരു ക്യാൻഡീൻ്റെ ബീഡും ഇതേപോലത്തെ ഡ്രോപ്സിൻ്റെ ബീഡ്, പിന്നെ ഇതേപോലത്തെ ഒരു കളർ ബീഡും ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ എൻഡ് ബീഡ്സ് ഇല്ലേ, അതും അവൈലബിൾ ആണ്. അതും ഒരു പാക്കറ്റ് എന്നുള്ള രീതിയിൽ 15 രൂപയായിരിക്കും. സോ 15 രൂപ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 30-35 പീസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.